RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതുൾപ്പെടെ ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനവും ഇന്നു തന്നെ ഉണ്ടായേക്കും. DGPയുടെ നേതൃത്വത്തിൽ ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് കൈമാറുക. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. ADGPയെ മാറ്റുന്ന കാര്യത്തിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരുന്നു. CPI നേതൃത്വം ഉൾപ്പെടെ റിപ്പോർട്ടിനെ കാത്തിരിക്കുകയാണ്. VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. വിനോദ്, ഇന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? എൽദോ ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകുമെന്നാണ് കരുതുന്നത്. നേരത്തെ 2 ദിവസം മുൻപാണ് ഇതിന്റെ 1 മാസ കാലാവധി പൂർത്തിയായത്. 1 മാസമാണ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി നേരത്തെ നൽകിയിരുന്നത്. ആ കാലാവധി 2 ദിവസം മുൻപ് പൂർത്തിയായിരുന്നു. ഏതായിരുന്നാലും ഇന്ന് നൽകുമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ തിങ്കളാഴ്ച വീണ്ടും സഭാ സമ്മേളനം തുടങ്ങുകയാണ്. ഈ സഭാ സമ്മേളന സമയത്ത് ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള കസേരയിൽ തുടർന്നാൽ അത് വലിയ ബഹളത്തിനിടവയ്ക്കും എന്നത് ഉറപ്പാണ്. മാത്രമല്ല, സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് മാത്രമല്ല, CPI ഉൾപ്പെടെ ഘടകകക്ഷികൾ ഉയർത്തുന്ന എതിർപ്പുണ്ട്. ഇതിലൊരു അന്വേഷണം പോലും ആവശ്യമില്ലായിരുന്നു. ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് ഒരു അന്വേഷണത്തിന്റെ ആവശ്യം പോലും ഇല്ലായിരുന്നു. ഇത് തീർത്തും രാഷ്ട്രീയമാണ്. RSS നേതാക്കളെ കണ്ടത്, അങ്ങനെ ഒരു കൂടിക്കാഴ്ച രഹസ്യമായി നടത്തിയത് എന്തിനു വേണ്ടിയെന്ന് വിശദീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്വകാര്യ സന്ദർശനം എന്ന് പറയുമ്പോഴും അത് DGP വരെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. DGP പോലും അതിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ, അതായത് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളെ അല്ല കണ്ടത്, മറിച്ച് ഒരു സംഘടനയുടെ തലപ്പത്തുള്ള ആളുകളെയാണ് കണ്ടത്. ഇടത് സർക്കാരിനെ സംബന്ധിച്ച് ഇത് ക്ഷീണമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് തന്നെയാണ് CPIയുടെ വിലയിരുത്തൽ. അതേസമയം ബിനോയ് വിശ്വം പറയുന്നത് ADGPയെ ഒഴിവാക്കുന്നതിന് മുഹൂർത്തം കുറിച്ചിട്ടില്ല, എപ്പോഴാണ് അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടത് എന്നൊരു സമയം ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എന്ന കാര്യം പറയുന്നു. പക്ഷെ പ്രതിസന്ധിയിലാണ്. കാരണം മുഖ്യമന്ത്രി ഇതുവരെ ADGPയെ കൈവിടുന്ന ഒരു നിലയിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ റിപ്പോർട്ട് വരുമ്പോൾ പോലും ADGPയെ മാറ്റുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. കാരണം ഇതിനകം തന്നെ മറ്റ് അന്വേഷണങ്ങൾ, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ADGP അവിടെ സ്ഥലത്തുണ്ടായിരുന്നിട്ടും കാര്യങ്ങൾ വഷളായപ്പോൾ അവിടെ നിന്ന് സ്ഥലം വിട്ടുവെന്ന ആരോപണം, അതേക്കുറിച്ച് DGPയുടെ നേതൃത്വത്തിൽ വീണ്ടും അന്വേഷിക്കും. അങ്ങനെ ADGP അവിടെ നിന്ന് പോയത് ശരിയായില്ല എന്നത് DGPയുടെ വിലയിരുത്തലുണ്ട്. ഇത് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് വീണ്ടും ഒരു അന്വേഷണത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രി അങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണത്തിലും DGP പരിശോധിക്കും. ADGP ഇന്റലിജൻസിന്റെ മറ്റൊരു അന്വേഷണം, വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ ഉണ്ടായോ എന്ന കാര്യം ADGP നടത്തിയ അന്വേഷണമുണ്ട്. ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ നടത്തിയ അന്വേഷണത്തെ കുറിച്ച് അതിൽ ഗൂഢാലോചന ആണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അതേക്കുറിച്ച് ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷാണ് അന്വേഷിക്കുന്നത്. ഈ തരത്തിൽ ത്രിതല അന്വേഷണത്തിന് മുൻകൂട്ടി തന്നെ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് മുഖ്യമന്ത്രി പോവുകയും ചെയ്തു. ഈ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ അങ്ങനെ മുഖ്യമന്ത്രി മറ്റൊരു അന്വേഷണത്തിലേക്ക് പോയതും ചില അവ്യക്തതകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇനി ഒരുപക്ഷെ ആ റിപ്പോർട്ടുകൾ വന്ന ശേഷം നടപടി എന്ന നിലയിലേക്ക് മുഖ്യമന്ത്രി പോകുമോ എന്ന കാര്യത്തിലും ഇനി വേണം തീരുമാനം ഉണ്ടാകാൻ. എൽദോ, വിനോദ്, ഈ DGPയുടെ അന്വേഷണ റിപ്പോർട്ടാണ് എന്നുള്ളത് ശരി തന്നെ. അപ്പോഴും ഈ ADGPക്കെതിരെ ചില ശുപാർശകൾക്ക് സാധ്യതയുണ്ടോ DGPയുടെ ഭാഗത്ത് നിന്ന്? മാറ്റിക്കൊണ്ടുള്ള നടപടി അത് നേരത്തെ തന്നെ DGPയുടെ ഭാഗത്ത് നിന്ന് ആ തരത്തിലാണ്. അതായത് അന്വേഷണം നടക്കുമ്പോൾ തന്നെ ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റി നിർത്തിയുള്ള നടപടികൾ, ഇത് തന്നെയാണ് DGP നേരത്തെ തന്നെ DGPയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം, അത്തരത്തിലുള്ള നീക്കം. മാത്രമല്ല, തൃശൂർ പൂരത്തിൽ ADGPക്ക് അവിടെ കാര്യങ്ങൾ വഷളായപ്പോൾ ഇടപെടാത്തതിൽ ഉൾപ്പെടെ വീഴ്ച സംഭവിച്ചു എന്ന കാര്യം DGP അദ്ദേഹം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അത് പരസ്യമായി പറയുകയും ചെയ്തു. ADGPക്ക് വീഴ്ച വന്നു എന്ന കാര്യം DGP ധരിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. റിപ്പോർട്ട് വന്ന ശേഷം, അതായത് ഇപ്പോൾ ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ആയി മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് എത്തുന്ന DGPയുടെ ആ റിപ്പോർട്ട് വന്ന ശേഷം നടപടി എന്ന നിലയ്ക്കാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ കാത്തു നിൽക്കുന്നത്. റിപ്പോർട്ട് വന്ന ശേഷം ഏതായിരുന്നാലും ADGPക്കെതിരെയുള്ള പരാമർശങ്ങളുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് വന്ന ശേഷം ADGPയെ മാറ്റുമെന്ന ഉറപ്പ് നൽകിയിട്ടുള്ളതായി CPI നേതാക്കളും പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയിൽ നിന്ന് അത്തരമൊരു ഉറപ്പ് ലഭിച്ചതായാണ് CPI നേതാക്കൾ പറയുന്നത്. അപ്പോഴും മുഖ്യമന്ത്രി തിടുക്കപ്പെട്ട് മറ്റ് 3 അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിജിലൻസിന്റെ മറ്റൊരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. അതായത് ADGPക്കെതിരെ ഇപ്പോൾ നടക്കുന്നത് 4 അന്വേഷണങ്ങളാണ്. DGPയുടെ അന്വേഷണം, ഇന്റലിജൻസ് ADGPയുടെ അന്വേഷണം, ക്രൈംബ്രാഞ്ച് ADGPയുടെ അന്വേഷണം, വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മറ്റൊരു അന്വേഷണം. അതായത്
പോലീസിന്റെ സകല സംവിധാനങ്ങളും ഉപയോഗിച്ച് ADGPക്കെതിരെയുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ADGP അതേ കസേരയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തോ റൈറ്റ്, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും DGPയുടെ റിപ്പോർട്ട് അത് ഇന്ന് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ നടപടിയും ഉണ്ടാകും എന്ന് കരുതുന്നു.